ഒരു ഇടവേളയ്ക്ക് ശേഷം കേരള രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസ് എം ചർച്ചയായി മാറുകയാണ്. കഴിഞ്ഞ 10 വർഷമായി LDFിനൊപ്പമുള്ള കേരള കോൺഗ്രസ് എമ്മിൽ ചില ചേരിതിരിവുകൾ കണ്ടു തുടങ്ങി എന്നാണ് രാഷ്ട്രീയ നേതാക്കന്മാർ തന്നെ പറയുന്നത്. ഒരു വിഭാഗം നേതാക്കന്മാർക്കും അണികൾക്കും LDF വിട്ട് UDFിലേക്ക് പോകണം എന്ന താല്പര്യം അവരുടെ പാർട്ടിക്കുള്ളിൽ തന്നെ പ്രകടിപ്പിച്ചു എന്നുള്ള വാർത്തകളും പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം കേന്ദ്ര വിരുദ്ധ സമരത്തിൽ ജോസ് കെ മാണി പങ്കെടുക്കാതിരുന്നതാണ് വലിയ ചർച്ചയായി മാറിയത്. പ്രത്യേകിച്ചും LDFിലെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ കക്ഷിയാണ് കേരള കോൺഗ്രസ് എം. റോഷി അഗസ്റ്റിൻ മന്ത്രി മാത്രമാണ് പങ്കെടുത്തത്, മറ്റു നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു. ജോസ് കെ മാണി ഒഴിഞ്ഞു മാറിയതാണോ അതോ വിട്ടുനിന്നതാണോ അതോ അസൗകര്യം കൊണ്ട് വരാതിരുന്നതാണോ, ഇത്തരം ചോദ്യങ്ങളാണ് ഉയർന്നു വന്നത്. പക്ഷേ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെ ജോസ് കെ മാണി പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നു. അടിയന്തരമായ ചില സാഹചര്യങ്ങളുള്ളതിനാൽ തനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, കേരളം വിട്ടുള്ള ഒരു യാത്രയിലായിരുന്നു, അല്ലെങ്കിൽ യാത്രയിലായിരുന്നു, അത് നേതാക്കന്മാരെ അറിയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുകയും ചെയ്യുന്നു. പക്ഷേ പിന്നീട് അതല്ല വാർത്ത. പ്രതിപക്ഷ നേതാവ് VD സതീശനും മുസ്ലിം ലീഗ് നേതാക്കളും കേരള കോൺഗ്രസ് എം നേതാവ് ജോസ് കെ മാണിയുമായി ചർച്ച നടത്തിയെന്നുള്ള വാർത്തകളും പരക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ കുറേ ഇലക്ഷനുകളിൽ, പ്രത്യേകിച്ചും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും തൊട്ടു പിന്നാലെ വന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനും മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസ് എമ്മിന് കാര്യമായ നേട്ടം കൊയ്യാൻ കഴിഞ്ഞില്ല എന്ന് തന്നെ പറയാം. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. തൊട്ടു പിന്നാലെ ഇടുക്കിയിലും കോട്ടയത്തും പത്തനംതിട്ടയിലും കേരള കോൺഗ്രസ് എം പ്രതീക്ഷിച്ച വിജയം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതുമില്ല. ഇതെല്ലാം പാർട്ടിക്കകത്ത് വലിയ ചർച്ചകൾ തന്നെയാണ്. കേരള കോൺഗ്രസ് എമ്മിലെ ഒരു വിഭാഗം ആളുകൾ, പ്രവർത്തകർ ഇപ്പോഴും കോൺഗ്രസിനോടും UDFിനോടും താല്പര്യമുള്ളവരാണ്. ഇവർ UDFിനോട് അടുത്തോ? അതാണ് ഏറ്റവും വലിയ ചോദ്യമായി ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത്. അണികളിൽ UDFിനോട് താല്പര്യമുള്ളവർ UDFിന് അനുകൂലമായി വോട്ട് ചെയ്തതുകൊണ്ടാണോ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDFിന് വോട്ട് വിഹിതം കൂടിയത്? പത്തനംതിട്ടയിലും കോട്ടയത്തും ഇടുക്കിയിലും കേരള കോൺഗ്രസ് എമ്മിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അത് വേണമെങ്കിൽ ഒരു വീട്ടുകാര്യം എന്ന് തന്നെ പറയാം. കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഈറ്റില്ലമെന്ന് പറയുന്ന പാലാ നഗരസഭ ഇത്തവണ കേരള കോൺഗ്രസ് എമ്മിനെ കൈവിട്ടു. അവിടെ ചില പിടിവാശികളാണ് ആ നഗരസഭ വിടാൻ, അല്ലെങ്കിൽ കൈവിട്ടു പോകാൻ കാരണമായതെന്നാണ് പറയപ്പെടുന്നത്. 3 സ്വതന്ത്രന്മാരുടെ പിന്തുണയോടെ UDF അവിടെ അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നു. പാലാ നഗരസഭ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ സംഭവം തന്നെയാണ്, ചെറുതല്ല. ഇത്തരത്തിൽ ഒരു വലിയ പ്രതിസന്ധി ഘട്ടമുണ്ടായപ്പോഴേക്ക് ആ സമയത്ത് CPMൻ്റെ ഭാഗത്ത് നിന്ന് കാര്യമായ പിന്തുണ കേരള കോൺഗ്രസ് എമ്മിന് ലഭിച്ചിട്ടില്ല എന്നാണ് കേരള കോൺഗ്രസ് എമ്മിലെ ഒരു വിഭാഗം നേതാക്കളും ഒപ്പം തന്നെ പ്രവർത്തകരുമൊക്കെ പറയുന്നത്. കുറച്ചുകൂടി ആത്മാർത്ഥമായി LDFിലെ ഘടകകക്ഷികളും CPMും മുന്നോട്ട് വന്നിരുന്നുവെങ്കിൽ പാലാ നഗരസഭ നഷ്ടപ്പെടില്ലായിരുന്നുവെന്നും കേരള കോൺഗ്രസ് എമ്മിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് അഭിപ്രായമുണ്ട്. ഇത്തരത്തിൽ ചില സൗന്ദര്യപ്പിണക്കങ്ങൾ, ചില പ്രതിസന്ധികൾ, ചില പ്രശ്നങ്ങളൊക്കെ കേരള കോൺഗ്രസ് എമ്മിലുണ്ട് എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ലീഗ് തന്നെ ഇരു കൈയും നീട്ടി UDFിലേക്ക് കേരള കോൺഗ്രസ് എമ്മിനെ സ്വാഗതം ചെയ്തത്. കാരണം മധ്യ കേരളത്തിൽ ഒരു പ്രബല ശക്തി തന്നെയാണ് കേരള കോൺഗ്രസ് എം. മാത്രവുമല്ല, കേരള കോൺഗ്രസ് എമ്മിന് പിന്തുണയുള്ളത് ക്രിസ്തീയ മതവിഭാഗത്തിൻ്റെ വലിയ പിന്തുണയാണ്. ആ പിന്തുണയെ നമുക്ക് തള്ളിക്കളയാനാകില്ല. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ തന്നെ, കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലൊക്കെ ആ പിന്തുണ നമ്മൾ കണ്ടതുമാണ്. പക്ഷേ അത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കാര്യമായ പിന്തുണ ലഭിച്ചില്ല എന്ന് പറയുന്നെങ്കിൽ തന്നെയും 12 സീറ്റുകളിൽ മത്സരിച്ചിൽ 5 ഇടങ്ങളിൽ വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പക്ഷേ പാല കൈവിട്ടു പോവുകയും ചെയ്തു. കേരള കോൺഗ്രസിൻ്റെ, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഈ ശക്തി നഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ഊർജം കുറയുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യമായി ഉയർന്നു നിൽക്കുന്നത്. പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കേരള കോൺഗ്രസ് എമ്മിനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് വലിയ താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വരാൻ താല്പര്യം കാണിച്ചാൽ മറ്റു കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ നിബന്ധനകൾക്കോ ഒന്നും പോകണ്ട, ചർച്ച ചെയ്ത് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു നിർദ്ദേശം കിട്ടിയെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ കേരള കോൺഗ്രസ് എം ഒരു പക്ഷേ UDFിൻ്റെ ഘടകകക്ഷിയായി തിരിച്ചു വരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. പക്ഷേ അവിടെയും ഒരു പ്രശ്നമുണ്ട്. കേരള കോൺഗ്രസ് എം പൂർണ്ണമായും UDFിലേക്ക് വരണമെന്നില്ല. മന്ത്രി റോഷി അഗസ്റ്റിനും
പ്രമോദ് നാരായൺ MLA-ക്കും ഒക്കെ LDF-ൽ തുടരുന്നതിനോടാണ് താല്പര്യം. കാരണം അത്രയധികം പിന്തുണ അവർക്ക് LDF-ൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്ന് ആ നേതാക്കന്മാർ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ കേരള കോൺഗ്രസ് എമ്മിൽ ഒരു പിളർപ്പിൻ്റെ സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. കേരള കോൺഗ്രസ് എം പിളർന്നു പോവുക എന്ന് പറയുമ്പോഴേക്കും അതിൽ വീണ്ടും ഒരു കേരള കോൺഗ്രസ് പാർട്ടി കൂടി ഉണ്ടാകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാം, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് കണക്കാക്കാം. എന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മധ്യ കേരളത്തിൽ ചില പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു, പ്രത്യേകിച്ചും കേരള കോൺഗ്രസ് എമ്മിൻ്റെ രാഷ്ട്രീയത്തിൽ. അതേസമയം കേരള കോൺഗ്രസ് എം UDF-ലേക്ക് വരുന്നതിനോട് ജോസഫ് ഗ്രൂപ്പിന് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. കഴിഞ്ഞ UDF യോഗത്തിലും അവർ നിലപാട് വ്യക്തമാക്കി. പുറത്തു പോയവരെ തിരിച്ചു വിളിക്കേണ്ട എന്നാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ നേതാവായ PJ ജോസഫ് തന്നെ പറയുന്നത്. കാരണം അന്ന് അത്രയധികം കളിയാക്കി കേരള കോൺഗ്രസ് എം കോൺഗ്രസിൽ നിന്നും വിട്ട് UDF-ൽ നിന്നും വിട്ടുപോയവരാണ്. ഇനി അവരെ വീണ്ടും തിരിച്ചു വിളിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് PJ ജോസഫ് ഉൾപ്പെടെയുള്ള ജോസഫ് ഗ്രൂപ്പിലെ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ജയിലെ നേതാക്കൾ ചോദിക്കുന്നത്. ഈ ചോദ്യം എന്തൊക്കെയാണെങ്കിൽ തന്നെയും ചർച്ചകളിലൂടെയൊക്കെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിച്ച റോഷി അഗസ്റ്റിനെയും പ്രമോദ് നാരായണനെയൊക്കെ ഒപ്പം കൂട്ടി UDF കൂടുതൽ ശക്തിപ്പെടുത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ കോൺഗ്രസിലെ നേതാക്കന്മാർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചർച്ചകൾക്ക് ലീഗ് തന്നെ മുൻകൈയെടുത്ത് വന്നിരിക്കുന്നത്. കാരണം കഴിഞ്ഞ 10 പ്രാവശ്യമായിട്ട് നിയമസഭയിലെത്താൻ അല്ലെങ്കിൽ കേരളം ഭരിക്കുവാൻ അവസരം കിട്ടാതിരിക്കുന്ന UDF-നെ സംബന്ധിച്ചിടത്തോളം ഇതൊരവസരമാണ്. അതുകൊണ്ട് മധ്യ കേരളത്തിൽ കഴിയാവുന്നത്രയും സീറ്റ് നേടുക, ആ സീറ്റുകളുടെ പിൻബലത്തോടു കൂടി തന്നെ കേരളത്തിലെ ഭരണം പിടിച്ചെടുക്കണം എന്നൊരാഗ്രഹം ലീഗിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് ലീഗ് പലപ്പോഴും കേരള കോൺഗ്രസ് എമ്മുമായി ചർച്ചയ്ക്ക് തയ്യാറാകുന്നത്. മാണി സാർ ഇല്ലെങ്കിലും ചർച്ചകളുമായി മുന്നോട്ട് പോകും, ജോസ് കെ മാണി സഹകരിക്കും എന്നുള്ള പ്രതീക്ഷ കോൺഗ്രസിലെ ചില നേതാക്കന്മാർക്കുമുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ ചില നിർണായകമായ നീക്കങ്ങളുണ്ടാകും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അത് കേരള കോൺഗ്രസ് എം UDF-ലേക്ക് പൂർണ്ണമായും തിരിച്ചു വരുമോ, അതോ രണ്ടായതിനു ശേഷം ഒരു ഭാഗം കേരള കോൺഗ്രസ് എം UDF-ലേക്ക് വരുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് സംശയം നിലനിൽക്കുന്നതെന്നാണ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ പറയുന്നത്. എന്തായാലും UDF-ന് താല്പര്യമുണ്ട് കേരള കോൺഗ്രസ് എം വരികയാണെങ്കിൽ സ്വീകരിക്കാൻ. എന്തായാലും അതിനുള്ള സാധ്യതകൾ കോൺഗ്രസ് നേതാക്കന്മാരും തള്ളുന്നില്ല. ചർച്ചകൾക്ക് അവരും തയ്യാറായിരിക്കുകയാണ്.